ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മലപ്പുറം സൈഡിലുള്ള ആളുകളൊന്നും ഇതങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഇനി ഉണ്ടാക്കാറുണ്ടോയെന്നറിയില്ല. ഇത് കണ്ണൂർ, തലശ്ശേരി ആ ഭാഗത്തുള്ളൊരു റെസിപ്പിയാണ്. റമദാൻ ടൈമിലൊക്കെയാണ് തോന്നുന്നു അവരിത് ഉണ്ടാക്കിയെടുക്കാറ്. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ആഷ്ന സലീൽ എന്ന വ്ലോഗിൽ നിന്നാണ്. അവരുടെ ഉമ്മയും പെങ്ങളും കൂടിയിട്ടാണ് ഈ റെസിപ്പി അതിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. റവ വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. തരി ബിരിയാണി എന്നാണ് അവർ ഇതിന് പറയുന്നത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അവർ പറയുന്നത് കേട്ടപ്പോൾ ഇത്രത്തോളം കണ്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയില്ല. എന്തായാലും റവയല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം കിടുവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റവയൊന്ന് വറുത്തെടുക്കണം. നമ്മൾ എത്ര റവയാണ് എടുക്കുന്നത് അത് മൊത്തമായിട്ട് വറുത്തെടുക്കുക. ഇനി വറുത്ത റവയാണെങ്കിൽ പോലും ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. ഇവിടെ 1.25 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ വറുത്തൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. ഒരു പാൻ ഇവിടെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ ഡാൽഡയോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 3 ചെറിയ സൈസിലുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തത് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതിയാവും. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.25 ടീസ്പൂണോളം ഗരം മസാല ഇവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് പകരം നമുക്ക് ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും എടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് റവയിലേക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ 1.25 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് 2 ഗ്ലാസ് തികച്ചെടുത്തിട്ടില്ല. അതിന് കുറച്ച് കുറവായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളിത് നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫുൾ റവയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടി നെയ്യും മല്ലിയിലയും ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റവയല്ലേ എന്ന് കരുതിയിട്ട് ആരും തള്ളിക്കളയല്ലേ, കാരണം നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത്രത്തോളം ടേസ്റ്റ് ഇതിനുണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കില്ല. നമുക്കെല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ റെസിപ്പി ചെയ്ത് കാണിച്ച ആഷ്ന സലീൽ വ്ലോഗിനും അതുപോലെ തന്നെ അവരുടെ ഉമ്മാക്കും പെങ്ങൾക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.